വിജയുടെ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇപ്പോൾ ലോകക്രമം പരിശോധിക്കുകയാണെങ്കിൽ ലോകത്ത് പലയിടത്ത് യുദ്ധം നടക്കുന്നുണ്ട്. പലയിടത്ത് യുദ്ധത്തിനായിട്ടുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി യൂറോപ്പില് യുദ്ധത്തിനായിട്ടുള്ള തിരക്കിട്ട നീക്കങ്ങൾ അന്തർധാരയിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്പിലെ ജർമ്മനി അടക്കം മറ്റു പല രാജ്യങ്ങളടക്കം സൈനിക സേവനം അവിടുത്തെ ടീനേജേഴ്സിനെ അടക്കം നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല കമ്പനികളെയും പ്രതിരോധ കമ്പനികളെ ഒരു വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിപ്പോൾ റഷ്യ പോളണ്ടിനെ ആക്രമിച്ചാൽ നാറ്റോയ്ക്ക് ഇറങ്ങി വരും എന്നുള്ള ഒരു സാധ്യത അതിന് മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഇത് സാധ്യത മാത്രമാണ്. പോരാത്തതിന് യൂറോപ്പിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പ് ഏത് നിമിഷവും എന്തും നേരിടാനായിട്ട് സജ്ജമായി നിൽക്കണം എന്നുള്ള ഒരു വാർത്ത എക്കണോമിക് ടൈംസിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 2-3 മാസം മുമ്പേ കൊടുത്തതാണ്. ഈ എക്കണോമിക് ടൈംസിൽ വന്ന വാർത്തയിൽ പ്രധാനമായിട്ടും പറയുന്നത് നിങ്ങൾ ഭക്ഷണവും വെള്ളവും ഒക്കെ ശേഖരിച്ചു വെക്കാൻ പഠിക്കണം, 24 മണിക്കൂർ അത് സർവൈവ് ചെയ്യണം, 72 മണിക്കൂർ സർവൈവ് ചെയ്യണം എന്നൊക്കെ ഉള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പിന്നെ യൂറോപ്പിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സൈബർ അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ ഇപ്പോൾ പോർച്ചുഗലില്, സ്പെയിനിൽ, പിന്നെ വേറൊരു രാജ്യം അത് ഫ്രാൻസ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം മാത്രമാണ് അത് കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കേരളത്തിലെ മീഡിയാസിൽ, അതായത് അവിടെ വൈദ്യുതി ഇല്ലായിരുന്നു 2 ദിവസം. വൈദ്യുതി ഇല്ല, ഇന്റർനെറ്റും ഇല്ല, 2 ദിവസം ഇല്ല. അത് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുന്നുണ്ട് യൂറോപ്പ്. അങ്ങനെ ഒരു സംഭവം. അത് നേരെ മറിച്ച് ഏഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ഓൾറെഡി ഇസ്രായേലും ഫലസ്തീനുമായിട്ട് വലിയ രീതിയിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇനി അതിപ്പോ ഇറാനിലേക്ക് വരുമെന്നാണ് പറയുന്നത്. കാരണം ഇറാനിലെ ന്യൂക്ലിയർ സൈറ്റുകൾ അറ്റാക്ക് ചെയ്യും ഇസ്രായേൽ എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. USA അത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അവിടെ ന്യൂക്ലിയർ വെപ്പൺസ് ശേഖരിച്ച് വെക്കുകയാണ്. യവന്മാർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന് പറഞ്ഞ് നമ്മുടെ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, റഷ്യയും യുക്രൈനും തമ്മിൽ അപ്പുറം ഇപ്പുറം യുദ്ധം നടക്കുന്നു. കൊതിയന്മാരാണല്ലോ ചേട്ടാ ഈ ലോകം മൊത്തം എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. നരേന്ദ്രമോദി വന്ന ശേഷം ചറവറ യുദ്ധമാണ് അവിടെ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതും പോട്ടെ, അമേരിക്ക അപ്പുറത്ത് ഗോൾഡൻ ഡോം ഉണ്ടാക്കുന്നു, ചൈന ഇപ്പുറത്ത് ഡ്രോൺ ഷിപ്പ് ഉണ്ടാക്കുന്നു, ഇതിനെ തടുക്കാനാണെന്ന് പറയുന്നു. ലോകാവസാനം അടുത്തു. ഒരു കൗതുകപരമായിട്ടുള്ള ഒരു ചോദ്യം. 3ാം ലോക മഹായുദ്ധം ത്തിലേക്കുള്ള ഒരു പോക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണക്ക് കൂട്ടാം. കാരണം 2ാം ലോക മഹായുദ്ധം വന്നപ്പോൾ പോലും പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു, ശാന്തമായിരുന്നു സിറ്റുവേഷൻ. പക്ഷെ ഇപ്പൊ ശാന്തം പോലും അല്ല, എല്ലായിടത്തും കലാപകലുഷിതമാണ്. എനിക്ക് തോന്നുന്നു ഈ സാഹചര്യത്തിൽ സൗത്ത് ആഫ്രിക്കൻ കോണ്ടിനെന്റ് മാത്രമാണ് കുറച്ച് ശാന്തം. അവിടെ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, വംശീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ അവിടെ യുദ്ധം എന്ന് പറഞ്ഞ ആൾക്കാർ ചാടി ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. എന്താണ് നടക്കുന്നത് നമ്മുടെ ലോകത്ത്? 3ാം ലോക മഹായുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഇന്ത്യയുടെ റോൾ എന്തായിരിക്കും? ആഫ്രിക്കയിൽ സമാധാനമൊന്നുമില്ല, അവിടെ യുദ്ധം നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വാർത്ത കൊടുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കൊടുക്കാത്തതാ. പിന്നെ ഈ ആൾക്കാരെ ഡെയിലി യുദ്ധ വാർത്ത കൊടുത്ത് ബോറടിപ്പിക്കേണ്ട അല്ലല്ല. ആഭ്യന്തര യുദ്ധം മാത്രമല്ല, അവിടെ ഈ രാജ്യങ്ങൾ തമ്മിലുണ്ട്. കാരണം അവിടെ ഈ പ്രധാന പ്രശ്നം വെച്ചാൽ അവിടുത്തെ രാജ്യങ്ങൾ തമ്മിൽ കൃത്യമായ ബോർഡർ ഇല്ല. നമ്മുടെ ഈ ലൈൻ ഓഫ് കൺട്രോൾ പോലെയാണ്. ഈ ബോർഡർ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി അടിക്കുന്നുണ്ട്. ഇത് എന്റെ ആണെന്ന് പറയും, ഇത് നിന്റെ ആണെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ അവൻ ഈ ഭാഗം വളഞ്ഞെടുക്കും, ഇത് കുറച്ചാൾ അവന്റെ കൈ വെക്കും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ നിരന്തരം ഈ യുദ്ധവാർത്ത കൊടുക്കുമ്പോൾ പ്രേക്ഷകർ എന്ന് വിചാരിക്കും ഇവന്മാർക്ക് എന്നും ഇതേ ഉള്ളൂ, എന്നും ഈ ആക്രമവും സംഭവങ്ങളും ഉള്ളൂ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആഫ്രിക്കൻ ഭൂഖണ്ഡം നമ്മൾ വിട്ടിരിക്കുന്നത്. ആഫ്രിക്കൻ വൻകര നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവിടെ ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്നുണ്ട്, നമ്മളത് വല്ലപ്പോഴും കൊടുക്കാറുമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് 2024 വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ ലോകം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ 2024 ശേഷം ഭയങ്കര ഒരു ചേഞ്ച് ആവുന്നത്. 2025 ആയപ്പോഴേക്കും ലോകത്താകമാനം ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് മാറി. നാം ഇതുവരെ കാണാത്ത ഒരു അന്തരീക്ഷത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒന്ന്, ഓരോ രാജ്യങ്ങളും പണം ഉണ്ടാക്കാനുള്ള ഒരു വലിയ തത്രപ്പാട്, സമ്പന്നരാകാനുള്ള തത്രപ്പാടാണ് ഓരോ രാജ്യവും മുമ്പോട്ട് പോകുന്നത്. ഒന്നത് ഒരു സൈഡിൽ. മറ്റൊരു സൈഡിൽ പണം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സുരക്ഷിതരുമാകണം, അല്ലെ? നമുക്ക് ആദ്യം വേണ്ട നമ്മുടെ വീട് സുരക്ഷിതമാക്കിയാൽ മാത്രമേ നമുക്ക് പണം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ കഴിയൂ. നമ്മുടെ കുടുംബത്തിന് ഒരു നല്ല അടപ്പുള്ള ഇല്ലെങ്കിൽ നല്ല ഉറപ്പുള്ള ഒരു വാതിലും വീടും ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനും ഇറങ്ങി പുറപ്പെടാം. കാരണം അവരെന്റെ വീട്ടിൽ നമ്മുടെ മക്കളും എല്ലാവരും സുരക്ഷിതരായിരിക്കുമല്ലോ. അപ്പം ആ ഒരു രീതിയിൽ കൂടെ ആളുകൾ നോക്കുന്നു. പക്ഷെ അത് ഒരു ഇപ്പൊ എനിക്ക് തോന്നുന്നത് ലോകത്ത് ഏതാണ്ട് ഒരു 4 ഇടങ്ങളിൽ യുദ്ധമുഖമാണ്. 4 ഇടങ്ങൾ. നിലവിൽ 5ാമതൊരിടം കൂടി ഒരുപക്ഷെ വന്നേക്കാം. അത് എവിടെയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും നമുക്കൊരു സൂചന എന്ന രീതിയിൽ പറയാം. നിലവിൽ റഷ്യ ഉക്രൈൻ യുദ്ധം കഴിഞ്ഞ ദിവസം റഷ്യ നിലപാട് ഘടിപ്പിച്ചിരിക്കുന്നു, വലിയ യുദ്ധത്തിലേക്ക് അത് പോകുന്നു. ഇപ്പൊ തന്നെ തീർത്തുകളായി എന്നുള്ള രീതിയിൽ തന്നെയാണ് റഷ്യ പോകുന്നത്. ഇസ്രായേൽ പലസ്തീൻ, അത് തന്നെയല്ല ഇറാൻ ഏത് നിമിഷവും അടിക്കുക, ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. ചൈന തായ്വാൻ, ഇന്ത്യ പാകിസ്ഥാൻ, അതാണ് നിലവിൽ 4 എണ്ണം. അതായത് ഏഷ്യ,
മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്ന് ഞാൻ പറയുമ്പോൾ പോളണ്ടിന്റെ അടുത്താണ് ഈ പണി നടക്കുന്നതെന്ന് ആലോചിക്കണം. അതുകൂടെ ഗേറ്റ് വേ ആണല്ലോ പോളണ്ട്. പോളണ്ട് അപ്പൊ നമുക്ക് യൂറോപ്പ് എന്ന് കൂടെ പറയാം. ഇങ്ങനെ പശ്ചിമേഷ്യയിലും യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് 4 യുദ്ധമുഖങ്ങളാണ്. ബംഗ്ലാദേശുമായിട്ട് ഇനി ഒരു എന്തെങ്കിലും ഏറ്റുമുട്ടൽ നടക്കാൻ 5ാമത്തെ യുദ്ധമുഖമായി മാറിയേക്കാം. അങ്ങനെ മൊത്തത്തിൽ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പാകത്തിന് നിൽക്കുന്ന ഒരു കാര്യം. ഇതിനിടയിൽ കേൾക്കുന്ന ഒരു വാർത്ത, അസർബൈജാനും അർമേനിയയും തമ്മിൽ വീണ്ടും ഉരസൽ തുടങ്ങിയെന്നാണ്. നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്ത 2 രാജ്യങ്ങളാണ്. ഒരു സൈഡിൽ നമ്മളാണ് അവരുടെ കമ്പനി, അർമേനിയയുടെ മുഴുവൻ ആയുധങ്ങളും നമ്മുടേതാണ്, നമ്മളാണ് അവർക്ക് സപ്പോർട്ട് ബാക്ക് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഭാഗത്ത്. ഇവിടെ അറിഞ്ഞും പിന്നെ അറിയാതെയും നമ്മുടെ രാജ്യം ഇതിന്റെ ഒരു ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഇതില് ഞാൻ അറിയാതെ എന്ന് ഞാൻ പറയുമ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന അവരുടെ വെപ്പൺസ് കുറച്ചധികം പോകുന്നത് നമ്മുടെ രാജ്യത്തു നിന്നാണ്. അത് നമ്മളുടെ ബിസിനസിന്റെ ഭാഗമാണ്, നമ്മളുമായി വെച്ച കരാറിന്റെ ഭാഗമാണ്. അത് നമ്മൾ കൊടുത്തേ പറ്റൂ. അത് നമ്മൾ മനഃപൂർവ്വം കൊടുക്കുന്നതല്ല. അവിടെ പാലസ്തീനുകളെ കൊല്ലാനോ ഗസയിലുള്ളവരെ കൊല്ലാൻ പറഞ്ഞ് മനഃപൂർവ്വം കൊടുക്കുന്നതല്ല, കരാറിന്റെ ഭാഗമായി നമ്മൾ കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, അറിയാതെയും നമ്മൾ ആ യുദ്ധത്തിന്റെ ഒരു ഭാഗമാണ് നമ്മളിത് കൊടുക്കുമ്പോൾ. കച്ചവടമാണ് എങ്കിൽ പോലും. രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇന്ത്യ പാകിസ്ഥാൻ നേരിട്ടുള്ള അടിയാണ്. ഇനി അർമേനിയയും അസർബൈജാനും ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയാണ്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറാണ് ഈ അർമേനിയ. നമ്മുടെ ആയുധങ്ങളാണ് അവർക്ക്. അത് നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല, സപ്ലൈ ചെയ്തേ പറ്റൂ. അവിടെയും നമ്മളുടെ പങ്കുണ്ട്. ഇനി ചൈനയും നമ്മളുമായിട്ട് ഏറ്റുമുട്ടിയാലും അവിടെയും നമ്മുടെ പങ്കുണ്ട്. ഇനി ബംഗ്ലാദേശും നമ്മളുമായിട്ട് ഏറ്റുമുട്ടിയാലും അവിടെയും നമ്മുടെ പങ്കുണ്ട്. ഇതിനിടയിൽ ഇതിന്റെ കൂടെ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരേ ഒരു രാജ്യം റഷ്യയാണ്. ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇതിന്റെ ഇടയ്ക്ക് അമേരിക്കയെതിരെ എന്ത് ചെയ്യണമെന്ന് ട്രംപാണ് എക്കും പൊക്കും അറിയാതെ തെക്ക് വടക്ക് നടക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പുള്ളിയുടെ ഈ താരിഫ് നയം ഓരോ ദിവസവും പൊളിഞ്ഞടുങ്ങുകയാണ്. മിനിഞ്ഞാന്ന് പറഞ്ഞത് ഇന്ന് മാറ്റി പറഞ്ഞിരിക്കുന്നു. മിനിഞ്ഞാന്ന് പറഞ്ഞത് യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം 50% തീരുവ അടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത് അത്ര ഇല്ലെന്ന് പറഞ്ഞു, അത് മാറ്റാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. ഒന്ന് രാവിലെ ഒന്ന് പറയും, വൈകിട്ട് വേറൊന്ന് പറയും. അങ്ങനെ അവര് തന്നെ ആകപ്പാടെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കണം എന്ത് ചെയ്യണം. അതിന്റെ ഇടയ്ക്കാണ് പുള്ളി പോയിട്ട് ഗോൾഡൻ ഡോം ചെയ്യുന്നു. കാലിഫോർണിയയിൽ വെച്ചിട്ട് ഒരു വലിയ ലോങ് സൂപ്പർസോണിക് മിസൈലിന്റെ പരീക്ഷണം നടത്തുന്നു. അങ്ങനെ ആകപ്പാടെ ജഗപ രാവിലെ പറയും ഇറാനുമായിട്ട് എല്ലാ പ്രശ്നങ്ങളും തീർന്നിരിക്കുന്നു, എല്ലാം ഓക്കെ എന്ന് പറയും. വൈകുന്നേരം പറയും ഇറാനെ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കുമെന്ന് പറയും. ഇങ്ങനെ പോകുന്നു ട്രംപിന്റെ കാര്യങ്ങൾ. ആ വഴിക്ക് അങ്ങനെ നീങ്ങുന്നു. പുള്ളിക്ക് തന്നെ ഇപ്പോൾ ഒരു വല്ലാത്ത രീതിയിൽ പുള്ളി പോകുന്നു. ട്രംപിനെ നമ്പാതെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം മറ്റൊരു മുന്നണി രൂപീകരിച്ച് നടക്കുന്നു. ഇതിനിടയിൽ റഷ്യ ഫിൻലൻഡ് അതിർത്തിയിലേക്ക് 6 ലക്ഷം സൈനികരെ വിന്യസിച്ചിരിക്കുന്നു. ഫിൻലൻഡിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നാറ്റോ ആയിട്ട് ഡയറക്റ്റുള്ള അടിയാണ് പറയുന്നത്. ഇവിടെയാണ് ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് നാൾക്ക് മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാള വാർത്ത ചെയ്തിരുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ അധ്യക്ഷനുള്ള രാജ്യങ്ങളുടെ അദ്ദേഹം കൊടുത്തൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. കുറഞ്ഞത് 72 മണിക്കൂറെങ്കിലും ആവശ്യമായ മരുന്ന്, ഭക്ഷണം ഇതൊക്കെ ശേഖരിച്ച് വെക്കണം. ബങ്കറുകൾ സുരക്ഷിതമായിരിക്കണം. ബങ്കറുകളെല്ലാം തയ്യാറാക്കി നിർത്തണം എന്നുള്ളത്. അത് ഏത് സമയവും റഷ്യയുടെ ഒരു അടി വരാം എന്ന്. അതിനും ഒരു കാരണമുണ്ട്. കുറച്ചു നാൾക്ക് മുമ്പാണ് പുടിൻ പറഞ്ഞത്. കാരണം ഈ യുക്രൈനെ സഹായിക്കുന്ന മുഴുവൻ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പുടിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ നിന്നൊരു സാധനം അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ബ്രിട്ടന്റെ തലസ്ഥാനം അടിച്ചിടാൻ ഞങ്ങൾക്ക് നിമിഷങ്ങൾ മതി എന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹം പേരെടുത്ത് തന്നെയാണ് പറഞ്ഞത്. ബ്രിട്ടന്റെ പേരെടുത്ത് തന്നെയാണ് പറഞ്ഞത്. അപ്പം അവിടെ ഒരു വലിയ സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഗ്യാപ്പ് നോക്കി ഇരിക്കുകയാണ് ചൈന തായ്വാനെ പൊക്കാൻ. കാരണം 4 ഭാഗത്തും അവരുടെ കപ്പലുകളും ഫ്ലൈറ്റുകളും ജെറ്റുകളും എല്ലാം കൊണ്ട് അവർ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, പൊക്കാൻ നിൽക്കുന്നു. ഈ ഒരു ഗ്യാപ്പ് നോക്കി ഇരിക്കുകയാണ് ഇന്ത്യ. കാരണം പാകിസ്ഥാൻ ആ സമയത്തേക്ക് ദുർബലപ്പെട്ടു പോകും. മറ്റുള്ള മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന താരങ്ങളൊക്കെ ഗോതയിൽ ഇറങ്ങി കഴിയുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല. ഈ ഗ്യാപ്പ് നോക്കി ഇനി ഇന്ത്യ എന്തെങ്കിലും പണി നടത്തുമെന്നുള്ള പേടിച്ചാണ് അതുങ്ങളിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്കാണ് ബംഗ്ലാദേശിൽ അധികാരം പിടിക്കാൻ സൈന്യം ഒരുങ്ങുന്നത്, പട്ടാളം ഒരുങ്ങുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒരു സംഘർഷഭരിതമായ യുദ്ധ സാഹചര്യത്തിലാണ് ഈ രാജ്യങ്ങൾ നിൽക്കുന്നത്. വളരെ തന്ത്രപ്രധാനമായ നീക്കങ്ങളാണ് നടക്കുന്നത്. നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതുപോലെ യൂറോപ്പിലെ 3 കൺട്രീസിൽ സ്പെയിന്, ഫ്രാൻസ്, മറ്റൊരു രാജ്യം ഓർക്കുന്നു, ആ രാജ്യങ്ങൾ, ഈ 3 രാജ്യങ്ങൾ 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ വൈദ്യുതി പോയി. അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വൈദ്യുതി, ഇന്റർനെറ്റ് ഒക്കെ പോകുന്നത്. അത് പറയുമ്പോൾ മറ്റൊരു കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ കാനഡയിൽ ഇലക്ഷൻ നടന്ന സമയത്ത് കനേഡിയൻ അന്നത്തെ പ്രധാനമന്ത്രിയും അവിടുത്തെ പാർട്ടിയും പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ രാജ്യത്തെ ഇലക്ഷൻ അട്ടിമറിക്കാൻ ഇന്ത്യയും ചൈനയും ശ്രമിക്കുന്നു. ചൈനയും ഇന്ത്യയും സൈബർ അറ്റാക്ക് വഴി ഞങ്ങളുടെ ഡേറ്റകൾ ചോർത്തുന്നു. ഇവിടെ കൃത്രിമം നടത്തി ഇലക്ഷൻ അവർ ഞങ്ങളുടെ ജനാധിപത്യത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞൊരു കാര്യം കാരണമായിട്ട് അവർ പറഞ്ഞത് സൈബറാണ്, സൈബർ അറ്റാക്ക് നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ചൈന വളരെ കാലമായിട്ട് യൂറോപ്യൻ കൺട്രീസിൽ സൈബർ അറ്റാക്കിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. പലയിടത്തും ഒരു സൈബർ അറ്റാക്ക് ശ്രമിച്ചിട്ടുമുണ്ട്. ഇന്ത്യക്ക് വിവരങ്ങൾ ചോർത്ത് നൽകുന്നു, ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവിടെ കൊട്ടേഷൻ എടുക്കുന്നതും റഷ്യയുടെ ചാരസംഘടനയാണ് എന്നാണ് കാനഡ പലപ്പോഴും പറയുന്നത്. റഷ്യൻ ചാരന്മാർ പോയിട്ട് റൂട്ട് എടുത്തിട്ട് ഇന്ത്യക്കാർക്ക് കൊടുക്കും. ഇന്ത്യയുടെ അജ്ഞാതന്മാർ നേരെ പോകുന്നു, അവന്മാരെ വെടിവെച്ച് കൊല്ലുന്നു എന്നാണ് കാനഡ പറയുന്നത്.
അപ്പൊ ഇങ്ങനെ എല്ലായിടത്തും എല്ലാവരും, അതായത് ഓരോ രാജ്യത്തും ശത്രു രാജ്യം പതിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സൈബർ അറ്റാക്ക് കൊണ്ട് വിശദമാക്കുന്നത്. ഇപ്പൊ വെപ്പൺസും കൊണ്ട് വരികയാണെങ്കിൽ, ഇപ്പൊ മിസൈലോ അല്ലെങ്കിൽ ടാങ്കോ വരികയാണെങ്കിൽ നമുക്കറിയാം പാകിസ്ഥാൻകാരൻ ടാങ്കും കൊണ്ട് വരുന്നുള്ളൂ. ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിൽ നടത്താൻ കഴിയുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശത്രുക്കൾ പിടിമുറുക്കുന്നു. അപ്പൊ ഈ 3 രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന ഈ 3 രാജ്യങ്ങളിൽ, നാറ്റോ സഖ്യത്തിൽപ്പെടുന്ന ഈ 3 രാജ്യങ്ങൾ എങ്ങനെയാണ് ഈ 48 മണിക്കൂർ ഇന്റർനെറ്റും കറണ്ടും ഇല്ലാതെ വന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമാണ്. അതും ഒരു യുദ്ധ മുന്നറിയിപ്പാകാം, ഇല്ലെങ്കിൽ ഒരു സൂചനയാകാം, ഇല്ലെങ്കിൽ ഭാവിയിൽ നടക്കുന്ന സ്റ്റാർ വാറിന്റെ ഒരു മുന്നൊരുക്കമാകാം. ഇനിയിപ്പോ സ്റ്റാർ വാറിലേക്കാണല്ലോ പോകുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ഗോൾഡൻ ഡോം നിർമ്മിച്ചപ്പം അവർ പറഞ്ഞത് ശൂന്യാകാശത്തു നിന്ന് വരുന്ന മിസൈലും തടയും. കാരണം ശൂന്യാകാശത്തു നിന്ന് വളരെ ദൂരത്തിൽ നിന്ന് റോക്കറ്റിൽ കൂടെ പോയിട്ട് ഇട്ടാലും ഞങ്ങൾ തടയും എന്ന് പറയുന്നതിന്റെ കാര്യം. അപ്പൊ സ്റ്റാർ വാറിലേക്ക് പോകാം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇനിയൊരു യുദ്ധം ജൈവായുധങ്ങളുടെ യുദ്ധമായിരിക്കും. അതിന്റെ ഒരു തിക്തഫലം നമ്മുടെ ലോകം കണ്ടതാണ്, കോവിഡൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അതേപോലെ ഒരു സാധ്യതയുണ്ട്. ഇതിനിടയിൽ ജർമ്മനിയിൽ അവരൊരു പുതിയ സർക്കുലർ ഇറക്കിയിരിക്കുന്നു. എല്ലാവരും നിർബന്ധിത സൈനിക സേവനം നടത്തണം എന്നുള്ള ഇത് വന്നിരിക്കുന്നു. കാരണം ജർമ്മനി ഭയക്കുന്നു ഏത് നിമിഷം ഒരു യുദ്ധം ഉണ്ടായേക്കാം. ഒരുപക്ഷെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു യുദ്ധം ഉണ്ടായാൽ അത് ജർമ്മനിയെ ശരിക്കും ബാധിക്കുന്ന ഒന്നാണ്. അത് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിലാണ് നമ്മുടെ അജിത് ഡോവൽ റഷ്യയിലേക്ക് തിരക്കിട്ടൊരു യാത്ര നടത്തുന്നു. പാകിസ്ഥാൻ വലിയ രീതിയിൽ അണുവായുധം വാങ്ങുന്നു. അതിനു വേണ്ടിയിട്ട് 2.5 ലക്ഷം കോടി രൂപ അവിടുത്തെ സർക്കാർ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ചൈന വലിയ രീതിയിൽ ആയുധബലം കൂട്ടുന്നു, അവരുടെ ആണവായുധ ശേഖരം കൂട്ടുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാൻ ആണവായുധങ്ങൾ നൽകുന്നു. ഇതിനിടയിലാണ് നമ്മുടെ തന്ത്രപരമായ നീക്കം. നമ്മൾ നേരെ റഷ്യയിലേക്ക് പോവുകയാണ്. അജിത് ഡോവലാണ് പോകുന്നത്. അജിത് ഡോവൽ പോകുമ്പോൾ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തന്ത്രപ്രധാന മേഖലയിലുള്ള കരാറുകളും ചർച്ചകളുമായിരിക്കും അജിത് ഡോവൽ നടത്തുന്നത്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ ഉപദേഷ്ടാവാണ് ശ്രീ അജിത് ഡോവൽ. ഇപ്പം നരേന്ദ്രമോദി പോകുന്നു, ഇല്ല എസ് ജയശങ്കർ പോകുന്നു, അത് അവരവരുടെ റോളുകൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഡോവൽ പോകുന്നത് നമുക്കറിയാം ആയുധങ്ങൾ സംബന്ധിച്ചിട്ടായാലും നമ്മുടെ സുരക്ഷ സംബന്ധിച്ചിട്ടുള്ള റോളിലാണ്. അതിന് അതിന് നമ്മൾ വെച്ചിരിക്കുന്ന ആ പോസ്റ്റിലേക്ക് ഉള്ള ആളാണ് അജിത് ഡോവൽ. അപ്പൊ അദ്ദേഹം പോകുമ്പോൾ ആ വക കാര്യങ്ങളും നമ്മുടെ മറ്റു കാര്യങ്ങളും നയതന്ത്രപരമായ കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അദ്ദേഹം പോകുന്നത് വെറുതെ ആയിരിക്കില്ല. നമുക്കറിയാം അജിത് ഡോവൽ ചെല്ലുമ്പോൾ സാധാരണ ഒരു രാജ്യത്തിന്റെ ഉപദേഷ്ടാവൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ഭരണാധികാരികളെ സാധാരണ സ്വീകരിക്കാൻ വരാറില്ല, ഇല്ലെങ്കിൽ ഭരണാധികാരികൾ കാണാൻ വരാറില്ല. ഇതിന് തത്തുല്യമായിട്ട് ആരാണോ അവിടെ ഉള്ളത് അവരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്താറുള്ളത്. പക്ഷെ അജിത് ഡോവൽ സാധാരണഗതിയിൽ അവിടെ ചെന്നിട്ട് ശ്രീ വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് അതിന്റെ ഒരു പവറപ്പ് എത്രയുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ഇവൻ അദ്ദേഹം മറ്റു രാജ്യങ്ങളിൽ പോയപ്പോൾ അവിടെ പോകുമ്പോഴും നമുക്ക് വേറൊരു വാർത്ത നമ്മൾ നേരത്തെ പുറത്തു വന്നില്ല. അതായത് നമ്മളിപ്പോൾ റഫേൽ വിമാനമാണല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും മോസ്റ്റ് സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മോഡേൺ വിമാനം എന്ന് പറയുന്നത്. ഇപ്പോൾ അജിത് ഡോവൽ അവിടെ പോകുന്നതിന് മുമ്പേ 42 റഷ്യയുടെ Su-57 വിമാനങ്ങൾ നമുക്ക് കിട്ടാനുള്ള ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. 5th ജനറേഷൻ വിമാനങ്ങളാണ്, യുദ്ധവിമാനങ്ങളാണിത് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ റഫേലിനെ കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള വിമാനങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. റഫേലിനെ കവച്ചു വയ്ക്കുന്നതല്ല. പക്ഷെ ഈ വിമാനങ്ങളെ കുറിച്ച് ഈ നമ്മള് വാർത്തകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റഷ്യ ഇത് മലേഷ്യക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മലേഷ്യ അത് പണി മുടക്കിയിട്ടുണ്ട്. ആ വിമാനം ഞങ്ങൾക്ക് അത് ഓടുന്നില്ല എന്നൊക്കെ ചില സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമുക്കറിയാലോ, റഷ്യയെ ഉപരോധം, റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം, റഷ്യയുടെ ആയുധങ്ങൾ എങ്ങനെയെങ്കിലും മോശപ്പെട്ടതാണെന്ന് കാണിക്കുക എന്നുള്ളതിന്റെ ഒരു ഗൂഢമായിട്ടുള്ള തന്ത്രത്തിന്റെ ഭാഗമായിരിക്കും. ആ സ്ഥലത്താണ് ഇപ്പൊ Su-57 വിമാനങ്ങൾ 42 ഇന്ത്യ വാങ്ങാൻ പോകുന്നു. ഇന്ത്യയിലേക്ക് വരുന്നത് 5th ജനറേഷൻ 5ാം തലമുറ വിമാനങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. റഷ്യയുടെ അക്രമോത്സുകത ഏറ്റവും അധികം സ്വാംശീകരിച്ചൊരു വിമാനമാണ് ഇത് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവില്ല വിമാനത്തിന്റെ പവർ എത്രത്തോളം ആണെന്ന്. അങ്ങനെ ഒരു റിപ്പോർട്ട് വേറൊരു സൈഡിൽ പുറത്തു വന്നാൽ അത് ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഒഴുകുകയാണ് റഷ്യയുടെ ആയുധങ്ങൾ. അത് വേറൊരു കാര്യമുണ്ട് ധനുഷ്. ഈ റിപ്പോർട്ടിന്റെ ഒരു കാൽഭാഗം സത്യമായ ഒരു 10 വിമാനം ഈ പറയുന്ന Su-37, എന്താണ് ആ വിമാനത്തിന്റെ പേരെന്താ, 57 Su-57 നമ്മൾ 10 വാങ്ങിക്കഴിഞ്ഞാൽ ചങ്കിടിക്കുന്ന ഒരാളുണ്ട്, ചങ്ക് പൊട്ടി മരിക്കും. ട്രംപാണത്. ഇവർക്കും സെയിം വിമാനമുണ്ട്, ട്രംപിനും സെയിം വിമാനമുണ്ട്. അത് S-35 എന്ന് പറഞ്ഞ വിമാനം നമ്മുടെ ഈ എയറോ ഷോയിൽ ബാംഗ്ലൂർ കൊണ്ടുവന്നിരുന്നു വിമാനം. അത് വലിയ രസമായിരുന്നു. ആ വിമാനം ഇറങ്ങിയപ്പോൾ അമേരിക്ക പറഞ്ഞെന്താ അറിയോ, ഞങ്ങൾ ഇത് ആർക്കും കൊടുക്കില്ലെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് റഷ്യയുടെ ഈ വിമാനം വരുന്നത്, ഏതായി Su-57 വന്നിട്ട്. എന്നിട്ട് പിറ്റേ ദിവസം സ്പുട്നിക്കിന്റെ ഹെഡിങ് എന്തായിരുന്നു എന്നറിയാമോ, ഇനി ഈ വിമാനം നിർമ്മിക്കുന്നത് ഞങ്ങൾ ഇന്ത്യയിലായിരിക്കും, ഇന്ത്യയുമായി ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ വിമാനം നിർമ്മിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ ഇതുപോലെ തന്നെ ആയിരുന്നു ധനുഷ്. S-400 2007 അവർ ലോഞ്ച് ചെയ്യുമ്പോൾ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസും കമന്റും ഒക്കെ ആയിരുന്നു S-400 കുറിച്ച്. കാരണം അന്നത് എങ്ങും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും പറഞ്ഞു കൊള്ളത്തില്ല. എന്തിന് ഇന്ത്യയിലുള്ള നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു നരേന്ദ്രമോദി ഇരുമ്പ് വാങ്ങാൻ പോയതാണ്, പാട്ട തൂക്കി മേടിക്കാൻ പോയത്. അങ്ങനെ ഈ
വേസ്റ്റ് സാധനമാണ് മേടിച്ചുകൊണ്ട് വരുന്നത്, വേസ്റ്റ് തൂക്കി മേടിക്കാൻ പോയതാന്ന് പറഞ്ഞു. ആ S-400 എന്താണെന്നുള്ള പെർഫോമൻസ് നമ്മൾ ഇത് കാണിച്ചു കൊടുത്തു. നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്ന സാധനം അതേപടി അല്ലല്ലോ എടുത്ത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മോസും ആണ് നമ്മളും റഷ്യയുമായി ചേർന്ന് രൂപകൽപ്പന ചെയ്ത മിസൈൽ. ഇപ്പൊ നമ്മൾ ബ്രഹ്മോസ് 2, ബ്രഹ്മോസ് 3, ബ്രഹ്മോസ് 4 അങ്ങനെ 5 വേർഷൻ വരെ ഇപ്പൊ നമ്മുടെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഈ 2 മുതൽ അങ്ങോട്ടുള്ളതെല്ലാം നമ്മുടെ സ്വന്തം സാധനമാണത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിമാനം ഇവിടെയാണല്ലോ നമ്മൾ അമേരിക്കയുമായിട്ട് തെറ്റുന്നത്. അവരുടെ ഫൈറ്റർ ജെറ്റ് വാങ്ങുമ്പോൾ നമ്മുടെ പുതിയ പോളിസി എന്താണ്? നിങ്ങൾ അതിന്റെ അതിന്റെ ആ ഒരു ഫോർമുലയും ടെക്നോളജി എല്ലാം നിങ്ങൾക്ക് തരണം. ഭാവിയിൽ ഞങ്ങൾ ഇതിന്റെ അഡ്വാൻസ്ഡ് ഫോം ഇറക്കിയേക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. അതിന് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണല്ലോ ആ പണി വേണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ പോയി മടി. അപ്പൊ ഇതെന്താ, ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസത്തെ ചർച്ച ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു കരാറാണ് അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നതെങ്കിൽ നമ്മുടെ S ജയശങ്കർ അമേരിക്കയിൽ വ്യാപാര കരാറിന് ചെല്ലുമ്പോൾ ട്രംപ് പറയും, എന്നാൽ പിന്നെ നിങ്ങൾ എന്താന്നൊക്കെ വെച്ച് ചെയ്തു, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പോകാമെന്ന് പറയും. കഴിഞ്ഞ ദിവസം അങ്ങനല്ല പുള്ളി പറഞ്ഞത് ഇനി മുതൽ ഇന്ത്യയിൽ നമുക്ക് തീരുവകളെ ഇല്ല, ഇന്ത്യ അത് സമ്മതിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ജയശങ്കർ പറഞ്ഞു അങ്ങനെയില്ല, കച്ചവടമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലാഭം വേണം, ലാഭമില്ലാത്തൊരു ചർച്ചയ്ക്ക് ഞങ്ങൾ ഇല്ലെന്ന് പറഞ്ഞു. ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അജിത് ഡോവൽ പോകുന്നതിന് ഒരു കാരണം. അവിടെ പോയിട്ട് കുറെ കരാറ് പറയും, ഒപ്പുവെക്കാൻ പറ്റില്ലല്ലോ, അജിത് ഡോവൽ എന്തായാലും കരാർ ഒപ്പുവെക്കാൻ പറ്റില്ല. അദ്ദേഹം പറയും ഇങ്ങനെ പുള്ളി ഒന്നും വേണ്ട, പുള്ളി SU-57 പോയി കണ്ടാലോ കയറിയാലോ തൊട്ട് നോക്കിയാലോ മതി, വലിയ വാർത്തയാണ് ഇന്റർനാഷണൽ ലെവലിൽ. ഇതിപ്പോ കച്ചവടം ആകുമെന്നുള്ളത് ട്രംപിന്റെ മുട്ടിൽ, കാരണം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സെയിം സാധനം, അതിന് ഒരെണ്ണമെങ്കിലും മേടിക്കണ്ടേ. അപ്പൊ പിന്നെന്താ അതാ ഞാൻ പറഞ്ഞത്, ധാർഷ്ട്യം കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അവിടെ നിങ്ങൾക്ക് വിസ്കിയും ബ്രാൻഡിയും സ്റ്റീലും ഇറക്കുന്ന പോലെ അല്ലല്ലോ. സ്റ്റീലാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ഇറക്കുന്ന സ്റ്റീലിനാണ് നമുക്ക് വലിയ ഷോർട്ടേജ് വരുന്നത്, ഈ താരിഫ് കൂടിക്കഴിഞ്ഞാൽ. അതിന് നമ്മൾ മറുകൃതി കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ബ്രസീൽ അടക്കമുള്ള ബ്രസീൽ സ്റ്റീൽ നിർമ്മാണത്തിൽ മുമ്പിൽ നിൽക്കുന്ന രാജ്യമാണ് ബ്രസീൽ, ബ്രിക്സിലുള്ള രാജ്യമാണ്. ബ്രസീലിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ കൂടുതൽ ഇറക്കാൻ, ഞാൻ പറഞ്ഞില്ല, ഇന്ത്യക്കാർ ഒരു ഫ്ലെക്സിബിൾ ആണ് ഇന്ത്യൻ ജനത. അവർക്ക് എന്തിനും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പഞ്ചസാര ഇല്ലെങ്കിലും നമ്മൾ ചായ കുടിക്കും, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പാലില്ലെങ്കിലും നമ്മൾ കുടിക്കും, അതാണ് നമ്മുടെ ഒരു രീതി. അപ്പൊ നമുക്ക് ഇങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല ഇത് വേണമെന്നുള്ളത്. അമേരിക്കയുടെ സ്റ്റീൽ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും, കുറച്ച് പേർക്ക്, വളരെ ചെറിയൊരു ശതമാനം പേർക്ക് ബുദ്ധിമുട്ട് വരും. അവർ എല്ലാ കാലവും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ചോദിച്ചു, ചൈനയുടെ ഫോണല്ലേ നമ്മളെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ അടക്കാതെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് പോയപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരുപാട് ഫെസിലിറ്റി ഉണ്ടായിരുന്നു, പാട്ട് കേൾക്കാൻ പറ്റും, എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് നമുക്ക് ദൂരെ പോയിരുന്ന് വർക്ക് ചെയ്യാം, അപ്പൊ പാട്ട് കേൾക്കാൻ പറ്റും. അത് പോയപ്പോൾ ഉണ്ടായിരുന്നു. ഇനി എന്താ വരാൻ പോകുന്നത്? ഇന്നിപ്പോ ആരെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ചൈനയുടെ ചിന്തിക്കുന്നുണ്ടോ? ആരും ചിന്തിക്കുന്നില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മുടെ രാജ്യത്ത് മുമ്പ് വാഹനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്ത് ഒരു ടാറ്റക്കാരൻ കാർ ഇറക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊക്കെ ക്ലച്ച് പിടിക്കാൻ പോകുന്നു, ടാറ്റ കമ്പനി തന്നെ പൂട്ടുന്ന അവസ്ഥ വന്നു കാർ ഇറക്കാൻ. ഇന്നിപ്പോ ടാറ്റയായി, മഹീന്ദ്രയായി, എത്ര കമ്പനികളായി ഇന്ന്. അപ്പം നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി. നമ്മൾ ഒന്നിന് പകരം ഒന്നായിട്ട് മാറും. കോവിഡ് വന്നപ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് അതിനെ അതിജീവിച്ചാണ് ഇന്ത്യൻ ജനത. പൊതുവെ എല്ലാവരും പറയും ഇന്ത്യയിൽ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. അങ്ങനെയാണെങ്കിൽ കോവിഡ് വരുമ്പോൾ ദാരിദ്ര്യം മൂലവും പട്ടിണി കിടന്ന് ഒരുപാട് പേര് മരിക്കേണ്ടതല്ലേ? കാരണം അത്രയും നാളുകൾ ഇന്ത്യയിൽ ഒരു പണിയും ഒരു ജോലിയും ആർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. കാരണം കൂലിത്തൊഴിലാളികൾ ഒരുപാടുണ്ടല്ലോ, ദിവസക്കൂലിക്കാർ, കർഷകർ ഒരുപാടുണ്ടല്ലോ. ഇവർക്ക് ആർക്കും ജോലിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവരെല്ലാം പട്ടിണി കിടന്ന് മരിക്കേണ്ടതല്ലേ? അവരെന്താ മരിക്കാനത്? ഈ രാജ്യത്ത് അതിന് ഭക്ഷ്യസുരക്ഷാ സംവിധാനങ്ങളുണ്ട്, ഭക്ഷ്യ മിച്ചമുണ്ട്, അത് ഉപയോഗപ്പെടുത്തിയിരുന്നു. ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റും കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ ജനങ്ങൾക്ക് അതിനെ അതിജീവിക്കാനുള്ള ഒരു കരുത്തുണ്ട്. അത് ഈ രാജ്യത്തിന്റെ പൗരാണികമായി നമുക്ക് പകർന്നു കിട്ടിയ നമ്മുടെ പുണ്യമാണത്, നമ്മുടെ പൂർവികർ നൽകിയ പുണ്യം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ തപസ്സനുഷ്ഠിച്ച ഋഷി തുല്യന്മാർ നമുക്ക് നൽകിയ പുണ്യം, ഇല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം, ഇല്ലെങ്കിൽ അവർ നമ്മളെ പഠിപ്പിച്ച പാഠങ്ങളെ കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റിയത്. അത് ഇലവർഗ്ഗങ്ങൾ മാത്രം, നമ്മുടെയൊക്കെ പറമ്പിൽ കിട്ടുന്ന ഇലവർഗ്ഗങ്ങൾ കൊണ്ട് മാത്രം എത്രയോ സമ്പന്ന കുടുംബങ്ങളിൽ, അതായത് ഇറച്ചിയും ഒന്നും ഇല്ലാതെ ഉറങ്ങാത്ത വീടുകളിൽ ചേമ്പല വെച്ച് തോരനുണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് ഇത്രയും ഭംഗി, ഇത്രയും ടേസ്റ്റുള്ള ഭക്ഷണം. പണ്ട് ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ സ്റ്റാൻഡേർഡ് മാറി, പൈസ വന്നപ്പോൾ മാറി. അപ്പൊ ഒരിക്കലും നോൺ വെജ് ഇല്ലാതെ കഴിക്കില്ല എന്ന് പറഞ്ഞവർ പോലും മാറി. അപ്പൊ അങ്ങനെ ഒരു ജനതയാണ്. ആ ജനതയെ നമുക്ക് ഭീഷണിപ്പെടുത്താൻ കഴിയില്ല. 99 നമ്മൾ പൊക്രാനിൽ നമ്മുടെ രണ്ടാമത്തെ അണുസ്ഫോടനം നടന്നു കഴിഞ്ഞപ്പോൾ അമേരിക്ക എന്തൊക്കെ പരിപാടി ഉപരവും നോക്കിയില്ലേ? തകരണമെങ്കിൽ നമ്മൾ അന്ന് തകരണമായിരുന്നു. നമ്മളന്ന് തകർന്നില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം ഒരു സംഭവം കൂടെ നമുക്ക് അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ഭൂകമ്പം നടന്നു ഗുജറാത്തിലെ കച്ചിൽ. അവിടെയാണല്ലോ നമ്മുടെ നരേന്ദ്രമോദി നേതാവായിട്ട് ഉയർന്നു വരുന്ന ഒരു സംഭവം കൂടെയാണത്. അതിന്റെ ഒരു ശുചീകരണ പ്രവർത്തനവും രക്ഷാപ്രവർത്തനത്തിന്റെ ഒക്കെ മുൻനിരയിൽ നരേന്ദ്രമോദി എത്തുന്നതോടുകൂടിയാണ് ലീഡറായിട്ട് വരുന്നത്. ആ സമയത്ത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാന്റെ കച്ച് മേഖലയിലും ഭൂകമ്പം ഉണ്ടായി. അപ്പൊ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി AB വാജ്പേയി നമ്മുടെ രാജ്യത്തോട് ഒരു അഭ്യർത്ഥന നടത്തി. അന്ന് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു, വലിയ പരസ്യമായിരുന്നു. അതായത് ഈ ഇവരെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എന്താന്ന് വെച്ചാൽ ഈ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടൂ എന്ന് പറഞ്ഞു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വന്ന 1500 കോടി രൂപ, അന്ന് 1500 കോടി രൂപ. നമ്മൾ ടാർഗറ്റ് ചെയ്ത് കേവലം 500 കോടി രൂപയാണ്. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളുടെ കണ്ണ് തെളിച്ചുകൊണ്ട് 1500 കോടി രൂപ പിന്നെയും വരിക പൈസ. അടുത്ത പത്രക്കുറിപ്പ് വന്നു, മതി ഇനി അയക്കേണ്ടായിരുന്നു, കൂടുതലായി
എന്നിട്ട് ഇതിൽ നിന്നൊരു 100 കോടി രൂപ എടുത്ത് നമ്മൾ പാകിസ്ഥാന് കൊടുത്തു. കാരണം നമ്മളോട് കൂടെ സൈൻ നമ്മുടെ ഗുജറാത്തിനോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. അവർ പാവങ്ങളാണ്, ഭൂകമ്പം വന്നില്ലേ, മനുഷ്യരല്ലേ, മരിച്ചില്ലേ, 100 കോടി നിങ്ങൾ പിടിച്ചോ, ദാ ഇരിക്കുന്നു. അന്നാണ് ലോകത്തിന് മനസ്സിലായത് ഇന്ത്യ പേടിപ്പിക്കാൻ നോക്കരുത്. ഇന്ത്യക്കാരൻ അവന്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാലും ഈ രാജ്യത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും നടത്താനുള്ള പൈസ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് ഒരിക്കലും നമ്മുടെ രാജ്യം അത് ചോദിച്ചിട്ടില്ല, നമുക്ക് അത് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു, നമുക്ക് ഭക്ഷ്യസുരക്ഷയിൽ നമുക്ക് സംശയമായിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്ത് 2 മാസത്തിൽ കാലം ഭക്ഷ്യക്ഷാമം ഉണ്ടാകാതെ മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്കുണ്ട്. അപ്പോഴും നമ്മളൊരു വേദന സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ അപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ലോകത്ത് എമ്പാടും ഒരു വറുതിയുടെ കാലം വരാൻ പോകുന്നു, ഒരു പട്ടിണിയുടെ കാലം വരാൻ പോകുന്നു, വരൾച്ചയും പേമാരിയും പ്രകൃതിക്ഷോഭം വരും, പട്ടിണിയുടെ കാലം വരാൻ പോകുന്നു. അപ്പം നമുക്കിതിന്ന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എല്ലുമുറിയെ പണിയെടുക്കൂ, കൂടുതൽ ഉത്പാദിപ്പിക്കൂ, കുഴപ്പമില്ല. കാരണം നമുക്ക് അങ്ങനെയാണ്. നമ്മൾ താലിബാനെ നഖശികാന്ന് എതിർത്തിരുന്ന സമയത്ത് അവിടെ പട്ടിണി വന്നപ്പോൾ അവിടത്തേക്ക് ഗോതമ്പും അരിയും ഒക്കെ കയറ്റി അയച്ചവരാണ് നമ്മൾ. നമുക്ക് അങ്ങനെ കൂടെ ഒരു മനസ്സുണ്ട്. അതും നമ്മുടെ പൂർവ്വ പുണ്യം അന്ന് തന്നെ പറയേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ പിതാമഹന്മാരുടെ ഒരു നന്മ എന്ന് നമുക്ക് അതിനെ പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ ലോകം മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഇന്ത്യ ഒരു മേജർ പവർ ആകുന്നു. ഒരുപക്ഷെ അത് 3ാം ലോക മഹായുദ്ധമായി മാറിയേക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഇനിയിപ്പോൾ പാകിസ്ഥാനോട് ഇന്ത്യ നടത്താൻ പോകുന്ന ഒരു യുദ്ധം ചെറിയൊരു അടിയോ തിരിച്ചടിയോ ആയിരിക്കില്ല, അതൊരു മേജർ വാർ തന്നെയാകും. ഈ വാറിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പല രാജ്യങ്ങളും ഇടപെടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ പുതിയൊരു ശാക്തിക ചേരി ഉരുത്തിരിഞ്ഞു വരാം. അത് റഷ്യ, ചൈന, ഇന്ത്യ എന്ന് പറയുന്ന ഒരു അച്ചുതണ്ട് വന്നേക്കാം. അതിലേക്ക് ഇറാൻ, അഫ്ഗാൻ തുടങ്ങിയ രാജ്യങ്ങൾ, അതായത് മിഡിൽ ഈസ്റ്റ് മുതൽ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അറിയാം. അപ്പൊ മിഡിൽ ഈസ്റ്റ് മുതൽ ഏഷ്യ വരെ ഒരു ഗ്രൂപ്പായി മാറുന്ന ഒരു കാഴ്ച. ബ്രിക്സ് എന്താണോ വിഭാവനം ചെയ്തത്, ബ്രിക്സ് ശക്തമാകുന്നു. മുമ്പേ തന്നെ യൂറോപ്യൻസ് പറഞ്ഞു കഴിഞ്ഞു നാറ്റോയുടെ ബദലാണ് ബ്രിക്സ് എന്ന്. അക്ഷരാർത്ഥത്തിൽ അത് ബദലായി മാറുന്നു എന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിന്റെ സൂചനകളാണ് കാണുന്നത്. ഭാവിയിൽ നാറ്റോയ്ക്ക് ബദൽ ബ്രിക്സ് ആയിരിക്കും. ഒരുപക്ഷെ ഈ ഏഷ്യയിലെ മേജർ പവറായിട്ട് ഇന്ത്യയും ചൈനയും നിൽക്കും. അതിനോട് തോളുരുമി തന്നെ റഷ്യയും നിൽക്കും. അതിന്റെ കീഴിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ അണിനിരക്കുകയും ചെയ്യും. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.